അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും ഒരു റീൽ സർവീസ് വന്നിട്ടുണ്ട്. അതും അബുഗാസിയുടെ തന്നെ റീലാണ്, ബ്ലാക്ക് മാക്സ്. ആ ഒരു റീലാണ് നമുക്ക് സർവീസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെളിയുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ലൈൻ ഗേഡറിനകത്തൊക്കെ അത്യാവശ്യം ചെളിയും പൊടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അകത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് സർവീസിന് വന്നിരിക്കുന്ന റീൽ ഇതാണ്, അബുഗാസിയുടെ ബ്ലാക്ക് മാക്സ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, ഇവനൊന്ന് അഴിച്ച് റെഡിയാക്കി എടുക്കാം. ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ടൊക്കെ കണ്ടോ, ടൈറ്റായിട്ട് ഓടുന്നതിൻ്റെ ഓയിലൊന്നും ഇല്ലാതെ, ഓയിലും ഗ്രീസും ഇല്ലാതെ ടൈറ്റായിട്ട് ഓടുന്നതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മെഷീൻ അയച്ചപ്പോൾ അതിൻ്റെ ടെൻഷൻ നോബ് അയച്ചതാണ്. അതിൻ്റെ അത് വെള്ളം കണ്ടോ, വെള്ളം ചെളി ടെൻഷൻ നോബിൻ്റെ അകത്തുള്ളത്. ടെൻഷൻ നോബിൻ്റെ അടിയുള്ളത് അതൊക്കെ വെള്ളം ചെയ്യും. ഡസ്റ്റും പൊടിയൊക്കെ നന്നായിട്ടുണ്ട്. നമ്മുടെ റീലിൻ്റെ വൺ സൈഡ് ബോഡി അയച്ചിട്ടുണ്ട്. അതിൻ്റെ അത്യാവശ്യം നന്നായിട്ട് മണ്ണും ചെളി ഒക്കെ നന്നായിട്ടുണ്ട്. ബെയറിങ്ങിൻ്റെ അവിടെയൊക്കെ കണ്ടോ, അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണ്ട്. മെയിൻ ബോഡിക്കകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇവിടെയൊക്കെ ചെളി ഇരിക്കുന്നുണ്ടോ, നന്നായി ചെളിയുണ്ട്. ഗ്രീസൊക്കെ ഏകദേശം അതിൻ്റെ ഇത് കഴിഞ്ഞു, അത്രയും പ്രശ്നമായത് കണ്ടല്ലോ. അതായത് നമ്മളിതിൻ്റെ ഗിയർ അയച്ചപ്പോൾ കണ്ടാണേ, ഗ്രീസും ഓയിലും വെള്ളവും എല്ലാം കൂടെ കൂടി മിക്സായിട്ടേ വാഷറിൻ്റെ ഒക്കെ കളർ നോക്കി. വാഷറിന് നല്ല റെഡ് കളറുള്ള വാഷറാണ്, ഈ കളറായി. ആ കൂട്ടത്തിലുണ്ടാവും വെള്ളവും എല്ലാം കൂടെ ആയിട്ട് കംപ്ലീറ്റ് ചെളി ഗ്രീസും മിക്സായിട്ടേ അതൊരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏകദേശം ആ ഒരവസ്ഥയാണ് കണ്ടോ. എന്താണ് നമ്മുടെ ക്ലച്ച് ബെയറിങ്, അതിൻ്റെ അകത്ത് അവസാനിക്ക് തുരുമ്പും വെള്ളമായിട്ടേ, ഓയിലൊന്നും ഇല്ലാണ്ട് വെള്ളത്തിൽ കിടന്നുകൊണ്ട് തുരുമ്പ് എന്താ ഭയങ്കരമായിട്ട് തുരുമ്പ് കയറി. അതുപോലെ ആ ബെയറിങ്ങിൻ്റെ അകത്ത് റിങ്ങിൻ്റെ അവസാനിക്ക് നല്ല തുരുമ്പും സ്ക്രാച്ചും ആയിട്ടുണ്ട്. ഗൈസ്, ഇത് നമ്മുടെ ലൈൻ ഗൈഡറാണ്. അപ്പം അതിൻ്റെ ഇതുണ്ടോ തേയ്മാനം വന്നതുണ്ടോ, ഓയിൽ ഗ്രീസില്ലാതെ ഓടിയിട്ട് തേയ്മാനം വന്നിട്ടുണ്ട്. ഈ സൈഡും ചെറുതായിട്ടുണ്ട്, പക്ഷേ ഈ സൈഡിലാണ് ഇച്ചിരി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സ്പെയറുകൾ, അതായത് അതിൻ്റെ അകത്തുള്ള എല്ലാ സ്പെയറുകളും പീസാക്കി ക്ലീൻ ചെയ്ത് നീറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി തിരിച്ച് ഇവനെ പഴയ പോലെ അസംബിൾ ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ റീലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അഴിച്ചപ്പോൾ എങ്ങനെയാണോ വരുന്നത് തിരിച്ചപ്പോൾ റീസെറ്റ് ചെയ്തപ്പോൾ എങ്ങനെ നീങ്ങാൻ നോക്കി സെറ്റാക്കി. നമ്മുടെ റീൽ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ, സെറ്റാക്കിയിട്ടുണ്ട്. കൊണ്ടുവന്ന സമയത്ത് റീല് ഇങ്ങനെ കറക്കി കറങ്ങി വരുന്നു. ഇങ്ങനെ കറക്കി എവിടെ കൊണ്ട് കഷ്ടിച്ച് കറങ്ങുള്ളൂ. അത് ഫ്രീ ആണ്. അബുഗാസി ബ്ലാക്ക് മാക്സ്, അബുഗാസിയുടെ ബ്ലാക്ക് മാക്സ് സർവീസ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്.